നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനിയും ബാമയെ അവിടിട്ട് കഷ്ടപ്പെടുത്താനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ നീ വേണം അതിന് തടയിടാൻ. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്തായാലും ഒരു മുൻകരുതൽ നല്ലതാ. കേട്ടിട്ടില്ലേ, പെണ്ണൊരുമ്പെട്ട പിന്നെ എന്തും സംഭവിക്കാം. അരുന്ധതിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. പക്ഷെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം. ഭാവനെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിരിക്കും ഒരുപക്ഷെ അമ്പയുടെ തീരുമാനം. എനിക്കിതൊക്കെ പറയാനേ പറ്റൂ. എല്ലാം നോക്കിയും കണ്ടും ചെയ്താ നിങ്ങൾക്ക് എന്നെ കൊള്ളാം. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് സംശയം തോന്നിക്കാണും. ഇപ്പൊ സംസാരിച്ചെന്താന്ന് അറിയാനാവും അടുത്ത ശ്രമം. എന്ത് ചോദിച്ചാലും ചില ഉപദേശങ്ങൾ തന്നു എന്ന് വേണം പറയാൻ. ശരി, ശരി, എന്നാ നീ പോയിക്കോ, ഞാൻ വരാം. സത്യം പറഞ്ഞ ഇപ്പോഴെനിക്ക് സമാധാനായത്. ഇനി ഞാൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം ഭാമിക്ക് കിട്ടും. ഹലോ, ഇതെന്തു പറ്റി ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന? മനസ്സിനെന്തോ നല്ല സന്തോഷം തോന്നുന്നു സൂര്യ. അല്ലറ ചില്ലറ സ്വരച്ചേർച്ച ഉണ്ടെങ്കിലും ഭരത്തിനെയും ഭാമയും ഒടുവിൽ ആന്റി സ്വീകരിച്ചല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും മക്കളെയും മരുമക്കളെയും അവര് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരാൾക്ക് ചീത്തയാവാൻ അധിക സമയമൊന്നും വേണ്ട, പക്ഷെ നല്ലവനാവാൻ സമയമെടുക്കും. അംബാലിക അങ്ങനെ നന്നായും തോന്നുന്നു. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആയിരിക്കണമല്ലോ. അതൊക്കെ തന്റെ ഇഷ്ടം. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതിയോ? മനസ്സിലായില്ല. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ സ്ഥിര നമ്പറാണ്. നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അല്ല, ഈ പെണ്ണുങ്ങളെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? ലക്ഷണം കണ്ടിട്ട് ഞാൻ മാത്രമല്ലെന്ന് തോന്നുന്നു. ഭാവന, തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോ ഞാനൊരു പ്രത്യേക ലോകത്താണ്. ആണോ? എന്നാലേ സാർ റൂമിൽ പോയിരുന്നോ? എനിക്ക് വേറെ കുറച്ച് ജോലികളുണ്ട്. എന്ത് ജോലിയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ വിടും. ആഹോ, അങ്ങനെ ഇപ്പൊ വേണ്ടെങ്കിലോ? എന്താ ഭാവന ഇത്? ഭാമയുടെയും ഭരത്തിന്റെയൊക്കെ കുടുംബജീവിതം മാത്രം നോക്കിയാൽ മതിയോ? നമ്മുടെ ജീവിതം സന്തോഷകരമാക്കണ്ടേ? സൂര്യ, സൂര്യ, സൂര്യ താഴെ ഇറക്ക്. വീടില്ല, താഴെ ഇറക്ക് സൂര്യ. എന്തായി കാണിക്കുന്നേ? ഇനി താൻ രക്ഷപ്പെടുന്നതേ കാണണം. അത് തുറന്നു കിടക്കാട്ടോ, മാനസിപ്പ കയറി വരും. ആരും കേറി വരില്ല. എന്താ സൂര്യ, താൻ ധൈര്യമായിട്ടിരുന്നോ? എന്തോ സൂര്യ, തന്റെ നമ്പർ ഒന്നും ഇറക്കണ്ട. ദേ നോക്ക്, അമ്മ ഇന്ന് രാവിലെ മാനസിയോട് പറയുന്നത് കേട്ടു. അമ്മ എപ്പോഴാ ഒരു മുത്തശ്ശി ആവുന്നേന്ന്. ആണോ? ഞാനൊന്ന് ചോദിക്കട്ടെ. ഇതൊക്കെയാണോ ഇപ്പൊ പോയി ചോദിക്കുന്നത്? ആന്റിക്ക് പറയാമെങ്കിൽ എനിക്ക് ചോദിക്കും ചെയ്യാലോ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻ
വളർന്നീതാ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. എന്താ സേതോട്ടാ, ഭാവന എന്തിനാ വിളിച്ചേ? ഭാമയും ഭരത്തിനെ അരുന്ധതിയും അംബാലിയന്റെ അങ്കിളോടെ വന്ന് കൊണ്ടുപോയെന്ന്. എങ്ങോട്ട്? അവരുടെ വീട്ടിലേക്ക്. അല്ല പിന്നെ അങ്ങോട്ട്. അതിന് ഭരത്തും മോശമൊന്നുമല്ല സേതു. രണ്ടെണ്ണത്തിനും ഇപ്പൊ കാശിലാ നോട്ടം. ഭരത്തിന്റെ കാര്യം പിന്നെ എന്തേലും ആട്ടം നിൽക്കാം. പക്ഷെ ഭാമയുടെ കാര്യം അങ്ങനെയാണോ? അവളെന്താ കഴിഞ്ഞൊക്കെ മറന്നുപോയോ? മറന്നുപോയി കാണും സേതോട്ടാ. അതുകൊണ്ടാണല്ലോ അംബാലിക എന്റെ കയ്യിൽ കുഞ്ഞിനെയും കൊടുത്തിട്ട് അരുന്ധതിയെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് അനിരുദ്ധനെയാ പേടി. അയാളിപ്പോ പഴയതിനേക്കാൾ കൂടുതൽ അംബാലികയുടെ ഒപ്പമുണ്ട്. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പണി എപ്പ ഭാമയ്ക്കിട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അരുന്ധതി പോകാൻ കൂട്ടാക്കാതെ ഭാവനയെ വിളിച്ചിരുന്നു. ആദ്യം ഭാവന പോകരുതെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ അബിയോടും ആന്റിയോടും സംസാരിച്ചിട്ട് ഭാവന തന്നെയാണ് അവരോട് പോകാൻ പറഞ്ഞതെന്ന്. സേതു, എന്താടാ പെട്ടെന്ന് അംബാലിക വന്ന് അവരെ കൊണ്ടുപോയത്? ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ആർക്കറിയാമേ, 4 പേര് കൊച്ചു കുട്ടികളൊന്നുമല്ലോ. അങ്ങനെ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ സേതോട്ടാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാമായ? ഈ പണത്തിന്റെ പിന്നാലെ പോയ ആരും തന്നെ പിന്നെ മനസ്സമാനത്തോടെ ജീവിച്ചിട്ടില്ല. ഇതൊക്കെ ആരോടാണ് നമ്മൾ പോയി പറയുന്നത്? ഇവക്കെന്താ ഒന്ന് ചിന്തിക്കാൻ പാടില്ലേ? ഈ അംബാലികയും അനിരുദ്ധനും കൂടി അവളെ കൊന്ന് കെട്ടിത്തൂക്കാൻ പോയതൊക്കെ അവളെ ഞാൻ മറന്നുപോയോ? എന്റെ ഭഗവാനെ, ഇനി എന്തെല്ലാം കാണേണ്ടി വരുമോ എന്തോ. അമ്മേ, ഇനിയുള്ള കാലം എന്ത് പഴിയും പരാതിയും കേൾക്കാൻ തയ്യാറായിട്ട് വേണം ജീവിക്കാൻ. അല്ലാതെ ഇവർക്കൊന്നും വേണ്ടി എന്നും കാവലിരിക്കാനൊന്നും പറ്റത്തില്ല. അതെ അമ്മേ, സേതോട്ടൻ പറഞ്ഞത് തന്നെ ശരി. അവര് രണ്ടുപേരും നമ്മുടെ കൈ വിട്ടു പോയി. അങ്ങനെ വിടാൻ പറ്റത്തില്ല മായേ. ഭാമ അവിടെ നിൽക്കുന്നത് പോലെ അരുന്ധതിയും ഭരത്തും നമ്മുടെ വീട്ടിൽ നിൽക്കണം. എന്നാലേ അംബാലികയ്ക്ക് ഭാമയോടൊരല്പം അനുകമ്പ തോന്നത്തുള്ളൂ. അരുന്ധതിക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ലെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് അവരങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഭാവന പോകുന്നുണ്ട്, പോയി സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്കിൾ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ചിലപ്പോ അങ്കിളും കൂടെ സംസാരിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയെങ്കിലോ. എന്നാലും അംബാലിക പഴയ അംബാലിക തന്നെയല്ലേ ചെയ്തു. ഭരത്തിനെ തന്നിഷ്ടത്തിന് വിട്ടാൽ പിന്നെ അവന്റെ പോലീസ് ഭാവിയും അവതാളത്തിലാവും. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലമ്മേ. അരുന്ധതി അതൊക്കെ ശ്രദ്ധിച്ചോളും. അരുന്ധതിയോട് അവന് സ്നേഹവും പേടിയും ഒക്കെ ഉണ്ട്. അവന്റെ വിചാരം അംബാലിയാന്റെ കാശ് കൊണ്ട് അങ്ങ് ലാവിഷായിട്ട് ജീവിക്കാമെന്നായിരിക്കും. ആ ചിന്ത എന്തായാലും ഭരത്തിനുണ്ട് സേതോട്ടാ. അതവന്റെ പെരുമാറ്റത്തിലും ഉണ്ട്.